ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. സ്വവർഗരതി കുറ്റകൃത്യമെന്ന് സുപ്രീം കോടതി. ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ തിരസ്കരിക്കുന്നത് ജനാധിപത്യ മര്യാദയോ? പ്രധാന വാർത്തയിലേക്ക്. സ്വവർഗരതി ക്രിമിനൽ കുറ്റമെന്ന് സുപ്രീം കോടതി. പ്രകൃതി വിരുദ്ധ ലൈംഗികത ഭരണഘടനയുടെ 377 വകുപ്പ് അനുസരിച്ച് കുറ്റകരമെന്നും ഭേദഗതി ആവശ്യമെങ്കിൽ കേന്ദ്രത്തിന് തീരുമാനിക്കാമെന്നും കോടതി. സ്വവർഗാനുരാഗികൾക്ക് അനുകൂലമായ ഡൽഹി ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കി. UDF ഘടകകക്ഷികൾക്കെതിരെ കോൺഗ്രസ്. കസ്തൂരിരംഗൻ വിഷയം വഷളാക്കിയത് കേരള കോൺഗ്രസിന്റെ നിലപാടുകൾ. കോൺഗ്രസിന്റെ പരാജയം മുതലെടുക്കാൻ ഘടകകക്ഷികൾ ശ്രമിക്കുന്നുവെന്നും KPCC. സർക്കാർ ഏകോപന സമിതി യോഗത്തിൽ വിമർശം. ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ. കൊച്ചി സഹകരണ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തു. KSRTCക്ക് 75 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിക്കാനും മന്ത്രിസഭാ തീരുമാനം. കടലാടിപ്പാറയിലെ ബോക്സൈറ്റ് ഖനനാനുമതി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. മീഡിയ വൺ ഇംപാക്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരായ സമരത്തെ രൂക്ഷമായി വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശൻ. രക്തപ്പുഴയൊഴുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ തിരുമേനിക്ക് താമ്രപത്രം നൽകാൻ മുന്നണികൾ മത്സരിക്കുന്നു. റിപ്പോർട്ടിന്റെ പേരിൽ ഭീതി സൃഷ്ടിക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്നും വെള്ളാപ്പള്ളി നടേശൻ. പാർലമെന്റിന്റെ നടപ്പു സമ്മേളനം വെട്ടിച്ചുരുക്കാൻ സാധ്യത. വർഗീയ കലാപവിരുദ്ധ ബിൽ ഉൾപ്പെടെയുള്ള പ്രധാന ബില്ലുകൾ UPA സർക്കാർ കൈയൊഴിയുമെന്ന് സൂചന. പ്രതിപക്ഷ ബഹളം മൂലം ഇരുസഭകളും ഇന്ന് തടസ്സപ്പെട്ടു. സ്വവർഗരതി നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി. സ്വവർഗാനുരാഗികൾക്ക് അനുകൂലമായി നേരത്തെ ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി റദ്ദാക്കി. ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഭരണഘടനയിലെ 377 വകുപ്പ് പ്രകാരം പ്രകൃതി വിരുദ്ധ ലൈംഗികത ക്രിമിനൽ കുറ്റമാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഹൈക്കോടതി വിധി റദ്ദാക്കിയത്. കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും കോടതി പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് P. സദാശിവം അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. Supreme Court today has set aside the judgment of the Delhi High Court, and the Supreme Court has dealt that it is constitutionally valid, and it has further said that the Union of India, if they want to delete it from the statute book, they will be at liberty to do so. സ്വവർഗരതി ക്രിമിനൽ കുറ്റമല്ലെന്ന് നേരത്തെ ഡൽഹി ഹൈക്കോടതി വിധിച്ചിരുന്നു. ഇതിനെ എതിർത്ത് വിവിധ മതസംഘടനകളും സാമൂഹ്യ സംഘടനകളും സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വവർഗരതിയെ എതിർത്തെങ്കിലും പിന്നീട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അനുകൂലിക്കുകയായിരുന്നു. ഡൽഹി ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ 377 വകുപ്പ് ഭേദഗതി ചെയ്യാനുള്ള തീരുമാനം കേന്ദ്ര മന്ത്രിസഭയുടെ പരിഗണനയിലാണ്. രാജ്യത്ത് 25 ലക്ഷത്തോളം സ്വവർഗാനുരാഗികളുണ്ടെന്നാണ് കണക്ക്. നിലവിലുള്ള നിയമങ്ങൾ തിരുത്തേണ്ടത് കോടതികളല്ലെന്ന തത്വമാണ് സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചത്. എന്നാൽ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ വിധി തുടക്കം കുറിക്കും. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറാമാൻ സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ വൺ. ഈ വിഷയം ചർച്ച ചെയ്യാൻ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് കൊച്ചിയിൽ നിന്ന് ഉണ്ട്. ഒപ്പം തന്നെ KCBC വക്താവ് ഫാദർ പോൾ തേലേക്കാട്ടും കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഡോക്ടർ KS സുദീപ്, ആക്ടിവിസ്റ്റ്, എന്നോടൊപ്പമുണ്ട് കോഴിക്കോട്ട്. അതോടൊപ്പം തന്നെ മുസ്തഫ മുണ്ടുപാറ SKSSFനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കും. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, പല വികസിത രാജ്യങ്ങളിലും പല പുരോഗമന രാജ്യങ്ങളിലും ലൈംഗിക ന്യൂനപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സ്വവർഗാനുരാഗികളുടെ ഇടപെടലുകളെ, അവരുടെ രാഷ്ട്രീയത്തെ, അവരുടെ അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നിയമവിധേയമായിക്കൊണ്ടുള്ള അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ അംഗീകരിക്കാവുന്നതിന് എവിടെയാണ് നിയമത്തിൽ തടസ്സം? വാസ്തവത്തിൽ താങ്കൾ ചോദ്യത്തിൽ സൂചിപ്പിച്ചത് ശരിയാണ്. പല പടിഞ്ഞാറൻ വികസിത ജനാധിപത്യ രാജ്യങ്ങൾ, പടിഞ്ഞാറൻ രാജ്യങ്ങൾ മാത്രമല്ല, ഓസ്ട്രിയ, ഇവിടെ ന്യൂസിലാൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ, പടിഞ്ഞാറാകട്ടെ ബെൽജിയം, സ്പെയിൻ, കാനഡ, സൗത്ത് ആഫ്രിക്ക പോലും, പിന്നെ നോർവേ, സ്വീഡൻ, അതുപോലുള്ള രാജ്യങ്ങൾ, ഫ്രാൻസ്, ഉറുഗ്വേ തുടങ്ങിയ രാജ്യങ്ങൾ, ബ്രസീൽ, ഇവിടെയൊക്കെ തന്നെ ഈ സങ്കല്പം, അതായത് ലൈംഗിക ന്യൂനപക്ഷം എന്നുള്ള സങ്കല്പം അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ വിവാഹത്തിനുള്ള അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർഷിപ്പിനുള്ള അവകാശം, ലൈംഗിക ന്യൂനപക്ഷത്തിന്റെ പങ്കാളിത്തത്തോടുകൂടിയുള്ള ജീവിതം, അതല്ലെങ്കിൽ വൈവാഹിക ജീവിതം, ഇതൊക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ബ്രസീലിലെ സുപ്രീം കോടതി അവരുടെ ഭരണഘടനാപരമായ അവകാശത്തെ ന്യായീകരിച്ചുകൊണ്ട് വളരെ അടുത്ത കാലത്ത് ഒരു വിധി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവിടെ ഇംഗ്ലണ്ടിലാകട്ടെ, ഇംഗ്ലണ്ടിലെ പാർലമെന്റ് 17/7/2013 വളരെ അടുത്ത കാലത്തായിട്ട്
ഇവരുടെ വിവാഹം മാരേജ് ഓഫ് സെയിം സെക്സ് കപ്പിൾസ് ആക്ട് എന്ന് പറഞ്ഞ് 2013 ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. 1860 നമ്മുടെ ശിക്ഷാ നിയമത്തിൽ 377 വകുപ്പ് പ്രകൃതി വിരുദ്ധ കുറ്റം എന്നുള്ള നിലയിൽ ചേർക്കപ്പെടുന്നത്. അതിനു മുമ്പ് ഇന്ത്യയിൽ ഒരേ സെക്സിലുള്ള ആളുകളുടെ ലൈംഗിക പ്രവർത്തനങ്ങളെ ക്രിമിനൽ കുറ്റമായി കണ്ടിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഇതിനെക്കുറിച്ച് എഡ്വേർഡ് സെയ്ഡ് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ കൃതിയായിട്ടുള്ള ഓറിയന്റലിസത്തിൽ പറയുന്നുണ്ട്. ബ്രിട്ടീഷ് നിയമങ്ങൾ അന്നുള്ള ചർച്ചിന് മേധാവിത്വമുള്ള പള്ളിക്ക് മേധാവിത്വമുള്ള രീതിയിലുള്ള ബ്രിട്ടീഷ് നിയമസങ്കല്പങ്ങളെ ഓറിയന്റൽ രാജ്യങ്ങളിൽ സന്നിവേശിപ്പിക്കുകയായിരുന്നു സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിട്ട് ചെയ്തത്. അതുകൊണ്ടാണ് 1860 വരെ ക്രിമിനൽ കുറ്റമല്ലാതിരുന്ന ചില കാര്യങ്ങൾ 1860 ശിക്ഷാ നിയമത്തോടുകൂടി ഇന്ത്യയിൽ ക്രിമിനൽ കുറ്റമായി മാറിയത്. ഇന്നത്തെ അവസ്ഥയിൽ, ഇന്നത്തെ വിധിയിൽ, ഇത് വാസ്തവത്തിൽ ഹൈക്കോടതി വിധി 105 പേജുള്ള 2009 ജസ്റ്റിസ് ഷായും ജസ്റ്റിസ് മുരളീധരും കൂടി എഴുതിയ വിധി ഞാൻ വായിക്കുകയുണ്ടായി. ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ഇന്ത്യൻ ഹൈക്കോടതി വിധികളിൽ വെച്ച് നിയമപരമായ, ഭരണഘടനാപരമായ, മനുഷ്യാവകാശപരമായ ഉൾക്കാഴ്ച കൊണ്ട് അന്തർദേശീയ നിലവാരം പുലർത്തുന്ന ഒരു വിധിയായിരുന്നു അത്. നിർഭാഗ്യവശാൽ ഇന്ന് അതിനെ റദ്ദാക്കിക്കൊണ്ടുള്ള ജസ്റ്റിസ് സിംഗ്വിയും ജസ്റ്റിസ് മുഖോപാധ്യായും ചേർന്ന് എഴുതിയ സുപ്രീം കോടതി വിധി എന്റെ അഭിപ്രായത്തിൽ വളരെയധികം യാഥാസ്ഥിതികമായി പോയി, പുതിയ ആഗോള പ്രവണതകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന വിധത്തിലുള്ളതായി പോയി. ന്യൂനപക്ഷ അവകാശങ്ങൾ, ലൈംഗിക IPC-യിലെ 377 വകുപ്പ് അനുസരിച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗികത കുറ്റകരമാണ് എന്നതാണ് കോടതി ഇന്ന് അപ്ഹോൾഡ് ചെയ്തത്. അതേസമയം ഹൈക്കോടതി ഈ കേസിൽ വാദം കേട്ട് വിധി പ്രഖ്യാപിച്ചപ്പോൾ ഇത്തരം ക്രിമിനലൈസ് ഈ ഒരു ഗേ സെക്സ് എന്ന് പറയുന്നത് അതിനെ ക്രിമിനലൈസ് ചെയ്യുമ്പോൾ അത് ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15 എന്നിവയുടെ ലംഘനമാകും എന്ന് കണ്ടെത്തിയിരുന്നു, അത് സൈറ്റ് ചെയ്തിരുന്നു. ആ ഹൈക്കോടതി ഉയർത്തിപ്പിടിച്ച ആ വാദം, ആ വിധി, അതിൻ്റെ പ്രസക്തി എങ്ങനെയാണ് പിന്നീട് നഷ്ടപ്പെടുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ തീർച്ചയായിട്ടും ഒരു വളരെ പരമ്പരാഗതമായിട്ടുള്ള ഒരു സമീപനമുണ്ട്. പാർലമെന്റ് പാസാക്കിയ നിയമം, അല്ലെങ്കിൽ പാർലമെന്റ് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം നിർമ്മിക്കേണ്ടത്, നിയമം ഇല്ലാതാക്കേണ്ടത്, ഇതൊക്കെ നിയമനിർമ്മാണ സഭയുടെ കടമയാണ്. ഈ രീതിയിലുള്ള ഒരു യുക്തിയാണ് ഇന്നത്തെ ജസ്റ്റിസ് സിംഗ്വിയുടെ വിധിയിൽ പ്രധാനമായിട്ടും നിഴലിക്കുന്നത്. ഞാൻ ആ വിധിയുടെ പ്രധാന ഭാഗങ്ങൾ മാത്രം വായിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതല്ല. മനുഷ്യാവകാശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എന്തിന് അഴിമതി പോലുള്ള കാര്യങ്ങളിൽ പോലും, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെയധികം പ്രബലമായ ഒരു ആക്ടിവിസ്റ്റ് മുഖം കാണിച്ച നിയമനിർമ്മാതാക്കൾ കോടതികൾക്ക് കൂടി നിയമനിർമ്മാതാക്കളാകാം. നിയമനിർമ്മാണ സഭയുടെ കുത്തകയല്ല മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിൽ എന്ന് പ്രഖ്യാപിച്ച ഒരു കോടതി, ഒരു സുപ്രീം കോടതി ഇന്ന് ഈ കാര്യത്തിൽ വളരെ പരമ്പരാഗതമായ, വളരെ യാഥാസ്ഥിതികമായ, ഇതെല്ലാം നിയമനിർമ്മാണ സഭ, പാർലമെന്റ് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിയുന്ന യുക്തി അത് കൂടുതൽ നിരാശാജനകമായി. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു. ഫാദർ പോൾ തേലക്കാട്ട്, ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ, അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു വിധിയെ എന്തിനാണ് സഭ ന്യായീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങളെ അസ്പൃശ്യരായി മാറ്റി നിർത്തണം എന്ന നിലപാടെടുക്കുന്നത്? ലൈംഗിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം 2 തരം നിലപാടുകൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തേത് അത് ഹെറ്ററോസെക്ഷൽ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണ്. അത് സ്വാഭാവികമായി എല്ലാവരും അംഗീകരിക്കുന്ന സ്വാഭാവിക മാർഗമാണ്. അതല്ലാത്ത കുറച്ച് സ്വാഭാവികമല്ലാത്തതാണ് നമുക്ക് സ്വവർഗരതിയുടെ കാഴ്ചപ്പാട്. ഒരാൾ സ്വവർഗരതിയിൽ അല്ലെങ്കിൽ സ്വർഗ അനുരാഗിയാണ് എന്നതുകൊണ്ട് തന്നെ ആൾ കുറ്റക്കാരനോ ക്രിമിനലോ ആകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, നിലപാട്. ആൾക്ക് അവകാശങ്ങളുണ്ട്, അവകാശങ്ങൾ മറ്റെല്ലാ തരത്തിലുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ പരിഗണിക്കപ്പെടണം, അംഗീകരിക്കപ്പെടണം, നൽകപ്പെടണം. അയാൾ ആദരിക്കപ്പെടണം, സ്നേഹിക്കപ്പെടണം, സമൂഹത്തിൽ ഉണ്ടായിരിക്കുകയും. പക്ഷേ ഈ സ്വർഗാനുരാഗ നടപടിയിലേക്ക് പോകുമ്പോഴാണ്
വരുമ്പോഴാണ് അതിനെക്കുറിച്ച് സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരാൾ സ്വവർഗാനുരാഗി ആയതുകൊണ്ട് തന്നെ അയാൾ കുറ്റവാളിയാകുന്നില്ല, ക്രിമിനലും ആകുന്നില്ല. പക്ഷേ സ്വവർഗാനുരാഗം സ്വാഭാവികമായി ലൈംഗികതയുടെ മാർഗമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് അസ്വാഭാവികമാണ്, അതൊരു ഡീവിയേഷനാണ്, കുറച്ച് മാറിപ്പോളാണ്. അതിനകത്ത് വരുമ്പോൾ ആ സ്വാതന്ത്ര്യം ഒരാൾക്ക് ഉണ്ടാകണമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് രണ്ട് വിധത്തിൽ ഒരാൾ സ്വവർഗാനുരാഗത്തിലേക്ക് പെട്ടുപോകാം. ഒന്നാമത്തേത് ആർജിതമാണ്. നമ്മുടെ സമൂഹത്തിലെ ചില തെറ്റായ സാഹചര്യങ്ങളിൽ കണ്ടുപഠിച്ച് ഉണ്ടാക്കുന്ന ആർജിതമായ സ്വഭാവമാണ്. വളരെ ന്യൂനപക്ഷങ്ങൾക്ക്, ഭൂരിപക്ഷം പേരും ഇത് പഠിച്ചുണ്ടാക്കുന്നതാണ്. വളരെ ചെറിയ ഒരു ഗണത്തിന് മാത്രമാണ് ഇത് സ്വാഭാവികമായ പ്രവണതയാകുന്നത്. അങ്ങനെയുള്ള പ്രവണതയാകുന്നവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളവരെ സമൂഹം തന്നെ സ്വാഭാവികമായി ലൈംഗിക ജീവിതത്തിലേക്ക് പുനരധിവസിപ്പിക്കാൻ അവരെ പഠിപ്പിക്കേണ്ടതും അത് ചെയ്യാവുന്നതുമാണ്, അത് ചെയ്യേണ്ടതുമാണ്. ഇങ്ങനെയുള്ള ചെറിയ ന്യൂനപക്ഷത്തെ ഒരു ന്യൂനപക്ഷ അവകാശമായി പരിഗണിച്ച് അവർ പ്രത്യേക വർഗമായി പരിഗണിച്ച് അതിനെ പരിപാലിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് പ്രകൃതിവിരുദ്ധമായി ലൈംഗിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഹോമോസെക്ഷുവാലിറ്റി മാത്രമല്ല, ഹെറ്ററോസെക്ഷലുമായിട്ടുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഹെറ്ററോസെക്ഷൽ ജീവിതം നയിക്കുന്നവർക്കും നമുക്കറിയാം ധാരാളം നിബന്ധനകളും നിയമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. താങ്കൾ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ച യുക്തി തന്നെ ഉപയോഗിച്ച്, അതായത് ഒരു സാധാരണ മനുഷ്യൻ, രണ്ട് കൈയും രണ്ട് കാലും രണ്ട് കണ്ണും മൂക്കും വായയും എല്ലാം ഉള്ള സാധാരണ മനുഷ്യൻ, സ്വാഭാവികമായി നമ്മൾ കാണുന്ന മനുഷ്യൻ, അതല്ലാതെ കയ്യോ കാലോ ഇല്ലാതെ മുടന്ത് പറ്റുന്ന വ്യക്തികൾ, അവർ ഈ സമൂഹത്തിൽ പരിഗണിക്കപ്പെടേണ്ടതല്ലേ? അതുപോലെ തന്നെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ജനിതകമായി വൈകല്യം അല്ലെങ്കിൽ ജനിതകമായ കുഴപ്പങ്ങൾ സംഭവിച്ച ഈ ലൈംഗിക ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളെ എന്തിനു നമ്മൾ മാറ്റി നിർത്തണം? താങ്കൾ പറഞ്ഞു ആർജിച്ചെടുക്കുന്നത്, അതല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നത്. ഇതിനെയെല്ലാം വേർതിരിച്ചു കൊണ്ട് വേണമോ രാജ്യത്തൊരു നിയമം, ഒരു പൗരൻ്റെ അവകാശത്തിന് വേണ്ടിയുള്ള നിയമം കൊണ്ടുവരാൻ? അവിടെ സഭ സൂക്ഷ്മതയോടുകൂടി രണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അതെന്തിനാ? തീർച്ചയായിട്ടും നമ്മളിത് രണ്ടും കൂട്ടി വായിച്ചില്ലെങ്കിൽ നമ്മളിന്ന് വിദേശ രാജ്യങ്ങളുടെ പുരോഗമനം പറഞ്ഞ് നമ്മൾ എത്തിച്ചേരുന്നത് വിവാഹം, കുടുംബം എന്നുള്ള സമൂഹത്തിൻ്റെ ഘടനകളെയും വ്യവസ്ഥാപിത മാർഗങ്ങളെയും തകർത്ത് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു ചേരുകയാണ്. നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികളെ സ്വവർഗാനുരാഗത്തിൻ്റെ കുടുംബത്തിൻ്റെ അകത്തേക്ക് നിങ്ങൾ പറഞ്ഞു വിടുമോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. അവർ കുട്ടികളെ ദത്തെടുക്കുമ്പോൾ ആ കുട്ടിയുടെ അവകാശം, അവരുടെ പഠനം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാകുമെന്നുള്ള പ്രശ്നത്തിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ കെ സുദീപ്, ഇവിടെ നിയമവിദഗ്ധനായ കാളീശ്വരം രാജിന് ഇന്നുണ്ടായിട്ടുള്ള സുപ്രീം കോടതി വിധിയിൽ നിരാശയാണ്. അദ്ദേഹം പറയുന്നു, പുരോഗമന ആശയങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ജനാധിപത്യ രാജ്യങ്ങളിൽ പലയിടത്തും സ്വവർഗാനുരാഗം, സ്വവർഗരതി നിയമവിധേയമായിട്ടുണ്ട്. ഫാദർ പോൾ തേലക്കാട്ടിന്റെ ആശങ്ക മറ്റൊന്നാണ്. അത് നിലനിൽക്കുന്ന കുടുംബ വ്യവസ്ഥയെ, സാമൂഹ്യ സംവിധാനത്തെ താറുമാറാക്കും. കാരണം ലൈംഗിക ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഒരു ജനിതക പ്രശ്നം എന്ന നിലയിലല്ല, ആർജിച്ചെടുക്കുന്ന ഒന്നായി മാറുകയും കുടുംബ വ്യവസ്ഥയെ തകർക്കുമെന്നുള്ള ആശങ്കയാണ്. എങ്ങനെ കാണുന്നു? ഇതിൽ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് പറഞ്ഞ അത്രത്തോളം ഒരു ആശങ്ക എനിക്കില്ല. ഇന്നത്തെ ദിവസം ഒരു കരിദിനമായിട്ടൊക്കെ ചില ഗേ ആക്ടിവിസ്റ്റ് ഇന്ന് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊരു കരിദിനമായി ആചരിക്കേണ്ട കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഈ വിധി വളരെ നെഗറ്റീവായ ഒന്നായി കാണുന്നില്ല. ഇത് വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് നിയമം മാറ്റേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് പാർലമെൻറ്റ് പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള പറഞ്ഞിട്ടുള്ള കാര്യം ഒരു പോസിറ്റീവായ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുമാത്രമല്ല, ഇത് സുപ്രീം കോടതി ആദ്യമായിട്ട് എന്തോ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന പോലെയാണ് പല ഗേ ആക്ടിവിസ്റ്റുകളും ഇതിനോട് ഉള്ള ഒരു നിലപാടെടുത്തിട്ടുള്ളത്. അത് സുപ്രീം കോടതിയിലുള്ള ഒരു അമിതമായ വിശ്വാസത്തിൽ നിന്ന് വരുന്നത് ആണ് എന്ന്, അല്ലെങ്കിൽ കോടതികളിൽ തന്നെ അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ തന്നെയുള്ള ഒരു അമിതമായ വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തെന്ന് വെച്ചാൽ, പാറ്റ്ന ഹൈക്കോർട്ട് ഒക്ടോബർ മാസത്തിൽ ഒരു ബീഹാറിലെ ഗ്രാമത്തിൽ 58 ദളിതരെ വീടുകളിൽ കയറി വെടിവെച്ച് കൊന്ന കേസിൽ എല്ലാവരെയും വെറുതെ വിട്ടു. ആ ഒരു കേസിൽ ഇത്രയും ഒരു ആശങ്കയോ അല്ലെങ്കിൽ ഇത്രയും അയ്യോ ഇത് ജുഡീഷ്യറി ഇത്രയും മോശമായി പെരുമാറുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു തരം പ്രതികരണം ഇത്ര വലിയ തോതിൽ എന്തായാലും വന്നിട്ടില്ല. അപ്പോൾ ഈവൻ ഗേ ആക്ടിവിസ്റ്റുകൾ പോലും അതിനെതിരെ അത്ര ശക്തമായിട്ട് പ്രതികരിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ജുഡീഷ്യറിയിൽ ഒരു അമിതമായ വിശ്വാസം അർപ്പിക്കുന്നതിൽ തന്നെ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതേസമയം ഇങ്ങനെയുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നത് ഫാദർ പോൾ പോലും കുറച്ചൊക്കെ അംഗീകരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതും ഒരു അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണെന്നാണ് ഞാൻ കരുതുന്നത്. മാർപ്പാപ്പ പോലും
ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ സ്വവർഗാനുരാഗത്തെ ഒരു വിധത്തിൽ അംഗീകരിക്കുന്ന രീതിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ബ്രിട്ടനിൽ, ഇംഗ്ലണ്ടിൽ സെയിം സെക്സ് മാരേജ് ആക്ട് ഇപ്പോൾ വന്നതാണെങ്കിലും 46 കൊല്ലം മുമ്പ് 1967 അവർ ഈ ഗേ സെക്സ് ഡീക്രിമിനലൈസ് ചെയ്തു. അത് ഒരു കുറ്റകരമായ കാര്യമല്ല എന്ന് അവർ വിധിച്ചു. അപ്പോൾ പക്ഷേ നമ്മൾ 1860 വിധി നിയമവും കൊണ്ട് ഇരിക്കുകയായിരുന്നു 2009 വരെയും. അപ്പോൾ 149 വർഷം നമ്മൾ ആ നിയമം കൊണ്ടിരുന്നു. അപ്പോൾ അതിന് ഒരു പുനർവായന നടത്താനാണ് ഡൽഹി ഹൈക്കോടതി ശ്രമിച്ചത് ആ നിയമത്തിന്. അപ്പോൾ ആ നിയമം തന്നെ മാറ്റി എഴുതാൻ ഉള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ആ നിലയ്ക്ക് ഞാനിതിനെ പോസിറ്റീവായി കാണുന്നു. മന്ത്രിമാരും ഫിലിം ആക്ടേഴ്സും പലരും ഇതിനെ ഈ നിയമം ഇപ്പോൾ മാറ്റണം എന്നുള്ള നിലയിലുള്ള അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, ഈ ചർച്ചയ്ക്കിടെ ഒരു പക്ഷേ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ സ്വവർഗരതി ഇനി മുതൽ ക്രിമിനൽ കുറ്റമാണ്, ഹൈക്കോടതി വിധിയെ സുപ്രീം കോടതി തള്ളി. സ്വാഭാവികമായും സ്വവർഗാനുരാഗവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും നമ്മൾ ഈ വിഷയത്തെ ലഘൂകരിച്ച് കാണുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു സെക്ഷുവൽ ആക്റ്റുമായി ബന്ധപ്പെട്ട, അതായത് ഒരു രതിയുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമായി പലപ്പോഴും ഈ വലിയ വിഷയത്തെ ചുരുക്കാറുണ്ട്. സ്വവർഗാനുരാഗികൾ ഉന്നയിക്കുന്ന അവകാശം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഇവിടെ മിസ്റ്റർ സുദീപ് സൂചിപ്പിച്ചതുപോലെ അവരുടെ ജീവിക്കാനുള്ള അവകാശം, അവരുടെ ഗേ എന്ന് പറയുന്നത് ഒരു നോട്ട് ബൈ ചാൻസ് ബട്ട് ബൈ ചോയ്സ്, അവരതായിരിക്കാനുള്ള അവകാശം, അവരുടെ റൈറ്റ്സിന് വേണ്ടിയുള്ള അവകാശം, അവരുടെ ലീഗൽ ഹെയർ, തുടർന്ന് അങ്ങോട്ട് നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടുക, വിവാഹം കഴിക്കുക, സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടുക, ഇങ്ങനെ എല്ലാ രീതിയിലും പൗരന് ലഭിക്കേണ്ട അവകാശത്തെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതിനെ പലപ്പോഴും ലൈംഗികതയുമായി മാത്രം കണ്ട്, സെക്സ് എന്ന രീതിയിൽ മാത്രം കണ്ട് ചുരുക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുന്നില്ലേ? ഇത് ഈ ബോധം തിരുത്തപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും ആ ബോധം തിരുത്തപ്പെടേണ്ടതാണ്. ഇത് കേവലം ഒരു ലൈംഗികതയുടെ പ്രശ്നമല്ല. പക്ഷെ ലൈംഗികതയുടെ പ്രശ്നം ഇതിൽ അന്തർലീനമാണ്, പ്രകടമായും അവകാശത്തിന്റെ പ്രശ്നമാണ്. അവകാശം എന്ന് പറയുമ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ടത്, ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ, ഭൂരിപക്ഷത്തിന്റെ ഹിതം അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലുള്ള ഭൂരിപക്ഷത്തിന്റെ അപ്രമാദിത്വമല്ല, മറിച്ച് ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ കാണുന്ന ഭൂരിപക്ഷത്തിന്റെ മര്യാദയാണ് ജനാധിപത്യം. അതുവഴിയാണ് പരമ്പരാഗത ജനാധിപത്യത്തിൽ നിന്നും ഭരണഘടനാ ജനാധിപത്യം ഗുണപരമായി തന്നെ വേറിട്ട് നിൽക്കുന്നത്. ഇത് ലൈംഗിക ന്യൂനപക്ഷ അവകാശങ്ങളുടെ കാര്യത്തിലും ബാധകമാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 25 ലക്ഷത്തോളമാണ് ഈ പറയുന്ന ഗേ സെക്സിൽ ഏർപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ലെസ്ബിയൻസ് എന്ന് പറയുന്ന വിഭാഗമുള്ളതെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾ ആ രീതിയിൽ ജനിക്കുന്നത് കുറ്റകരമാണ് എന്ന് ആരും പറയുകയില്ല. അതുപോലെ തന്നെ താങ്കൾ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ അവകാശങ്ങൾ, ഒരാൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, ഒരു ജീവിതം ഒരാൾക്ക് 1000 തരത്തിൽ ജീവിക്കാവുന്നതാണ്. ആ അവകാശത്തിന്റെ പ്രശ്നം, ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം, അതിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമാണ്, അതിന്റെ പൗരാവകാശത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമാണ് ശരിയായ ഭരണഘടനാ ജനാധിപത്യത്തിലേക്ക് ഒരു വികസിത ജനാധിപത്യ ക്രമം വളരുന്നത്. ആ വളർച്ചയാണ് പല പടിഞ്ഞാറൻ രാജ്യങ്ങളിലും കണ്ടിട്ടുള്ളത്, ബ്രിട്ടനിലടക്കം. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡൽഹി ഹൈക്കോടതി വിധി സമീപകാലത്തുണ്ടായതിൽ ഐതിഹാസികമെന്ന് വിശേഷിപ്പിക്കാവുന്ന മനുഷ്യാവകാശത്തിന്റെ, മൌലികാവകാശങ്ങളുടെ, ഭരണഘടനാ തത്വങ്ങളുടെ, ആഗോള ദർശനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഐതിഹാസികമെന്ന് വിശേഷിപ്പിക്കുക. ഇന്ന് ജസ്റ്റിസ് സിംഗ്വി സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ദിവസമാണ്. ജസ്റ്റിസ് സിംഗ്വി മുഖോപാധ്യായും ചേർന്ന് ഒരുപക്ഷെ താരതമ്യേന എന്നല്ല, പ്രകടമായ വിധത്തിൽ തന്നെ യാഥാസ്ഥിതികമായ ഒരു വിധി പുറപ്പെടുവിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനമൊഴിയുന്നത് എന്നത് എന്നെ പോലെ ആ കോടതിയിലടക്കം പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും സാധാരണ മനുഷ്യരെയും സിവിൽ സമൂഹ ആക്ടിവിസ്റ്റുകളെയും ഒക്കെ തന്നെ നിരാശപ്പെടുത്തുന്നതാണ്. മുസ്തഫ മുണ്ടുപാറ, ഈ ചർച്ചയ്ക്കിടെ ഇവിടെ ഫാദർ പോൾ തേലക്കാട്ട് സൂചിപ്പിച്ചത്, ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ന്യായമാണ്, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അവർക്ക് സമൂഹത്തിന്റെ പരിരക്ഷ ആവശ്യമാണ്. എന്നാൽ ഈ ഗേ സെക്സിന് വേണ്ടി വാദിക്കുന്നവർ, അവരുടെ റൈറ്റ്സിന് വേണ്ടി വാദിക്കുന്നവർ പലരും ഈ തരത്തിൽ ജന്മനാൽ ഉണ്ടായ വൈകല്യം അല്ലെങ്കിൽ കുറവുകളുടെ പ്രശ്നത്തിലല്ല, മറിച്ച് സമൂഹത്തിൽ നിന്ന് ആർജിച്ചെടുത്ത് ആ ട്രെൻഡിന് പിന്നാലെ പോവുകയും അത് കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കുടുംബ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായി നിലനിൽക്കുമെന്നതാണ്. ഈ വിഷയത്തിൽ എന്താണ് താങ്കളുടെ നിലപാട്? ഇന്ന് സുപ്രീം കോടതി നടത്തിയ ജഡ്ജ്മെൻറ്റ് വളരെയേറെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. ഡൽഹി ഹൈക്കോടതിയുടെ നേരത്തെയുള്ള വിധിയെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ തീർപ്പ്
ധാർമ്മികത ആഗ്രഹിക്കുന്നവരെ മുഴുവനും സന്തോഷിപ്പിക്കുന്നൊരു തീർപ്പാണ് കോടതിയിൽ നിന്നുണ്ടായത്. ലൈംഗിക അവകാശമുണ്ട്, മൗലികമായ അവകാശങ്ങളാണ് ഇങ്ങനെ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ സ്വവർഗരതിയിൽ ഏർപ്പെടുന്നത് എന്ന വാദം നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേവലം ഒരു വ്യക്തിപരമല്ല, ഒരു ഭദ്രതയുള്ളൊരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വിഘാതമാകുന്ന വിധത്തിലാണ് ഈ ലൈംഗിക ബന്ധത്തെ നമ്മൾ കാണേണ്ടത്. അവകാശത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ നാം അങ്ങനെ അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏത് അധർമ്മിക്കും അവൻ്റെ അധർമ്മം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ടാകും. അത് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നിലവിലുള്ള പ്രത്യേകിച്ചുമായി ഇന്ത്യ പോലെയുള്ള രാജ്യത്തിൻ്റെ പൗരാണികമായ ഒരു പാരമ്പര്യത്തിൻ്റെയൊക്കെ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് ഇപ്പോൾ നമുക്കറിയാം. ഈ സ്വവർഗാനുരാഗികളുടെ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഗുരുതരമായ പ്രതിസന്ധി അത് സാമൂഹ്യ രംഗത്തുണ്ട്, കുടുംബരംഗത്ത്, സ്വന്തം ജീവിതത്തിൽ ഒരു വേള ആരോഗ്യപരമായി പോലും ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് ഈ സ്വവർഗാനുരാഗികളുടെ. ഇതൊരു ജനിതക പ്രശ്നമായി താങ്കൾ പരിഗണിക്കുന്നില്ല, മറിച്ച് ഇതൊരു സ്വഭാവ ദൂഷ്യമായി അതല്ലെങ്കിൽ ഒരു അപഭ്രംശമായാണ് താങ്കൾ കാണുന്നത്. അതെ, അത് ജനിതക പ്രശ്നങ്ങൾ ഇത് ഉണ്ടാവാം, പക്ഷെ അതിന് പരിഹാരം കാണുകയാണ് നമ്മൾ വേണ്ടത്. അതിനനുസരിച്ചുകൊണ്ട് ജനിതക പ്രശ്നത്തിനനുസരിച്ചുകൊണ്ട് നമ്മളും അതിനോടൊപ്പം നിൽക്കുകയല്ല വേണ്ടത്. അതിനെന്ത് പരിഹാരമുണ്ട്? ജനിതകപരമായ ഈ പ്രശ്നം പരിഹരിക്കാൻ ആധുനികമായ വൈദ്യശാസ്ത്ര സംവിധാനം ഉപയോഗപ്പെടുത്തി എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സുദീപ്, ഈ വാദത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഈ വാദത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, സാമൂഹികമായ സാഹചര്യങ്ങളുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നിടത്തോളം ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു. സാമൂഹികമായ സാഹചര്യങ്ങളോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ഇതിനെ ഒരു ജനിതകമായ വൈകല്യമായി കാണുന്ന ഒരു രീതിയോട് തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്. അപ്പോൾ ഇതൊരു ജനിതകമായ വൈകല്യം എന്നതിലുപരി ഒരു ആളുടെ ഒരു ആർജിതമോ അല്ലെങ്കിൽ ജന്മനാ കിട്ടിയതോ എന്തോ ആവട്ടെ, അവരങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ അങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുന്നത് കൊണ്ട് സമൂഹത്തിൻ്റെ ധാർമ്മികതയ്ക്ക് ഒരു കോട്ടം പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന നിലയിൽ മാത്രമല്ല, ഒരു കുടുംബ ബന്ധങ്ങളിലെ ഇതിൽ പ്രശ്നമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്നൊക്കെ ഫാദർ പോളും സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഇത് അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, രണ്ട് പേര്, ഒരു ആണും അല്ലെങ്കിൽ ഒരു പെണ്ണും കൂടി ഒരുമിച്ച് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത് മറ്റ് ഒരാണും പെണ്ണും കൂടി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പവും കൂടുതൽ ആരോഗ്യകരവുമായിരിക്കുമെന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ ഒരാണും പെണ്ണും തമ്മിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ അത്രയ്ക്കും ഇവർ തമ്മിൽ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും, അല്ലെങ്കിൽ അതുമാത്രമല്ല ഒരു സമൂഹത്തോട് തന്നെ, സമൂഹത്തിൻ്റെ പൊതുവായ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനോട് തന്നെ പൊരുതിക്കൊണ്ട് ജീവിക്കുന്നവരാകുമ്പോൾ അവർ അതിൽ വളരെ കൂടുതൽ ശക്തമായി ആ കുടുംബത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ ഒരു വിധത്തിൽ പോലും ഒരു സമൂഹത്തിലെ ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ ആരോഗ്യപരമായ കാരണങ്ങൾ ഇത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആരോഗ്യപരമായ കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു നിയമപരമായ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഈ കേസിൽ ഗേ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് എടുത്തത്. അവരുടെ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HIV എയ്ഡ്സിന് എതിരെയുള്ള നമ്മുടെ ഒരു ഫൈറ്റിൽ ഈ നിയമം 377 മാറ്റുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള നിലപാടായിരിക്കും എന്ന നിലപാടാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അന്നെടുത്തത്. ഹോം മിനിസ്ട്രി അതേസമയം ഇതിനെതിരായിട്ടുള്ള ഒരു നിലപാടുമാണ് എടുത്തത്. അതുകൊണ്ട് ആരോഗ്യപരമായ കാരണങ്ങൾ നോക്കിയാലും കൂടുതൽ നല്ല രീതിയിൽ HIV എതിരെയുള്ള ഒരു അവയർനെസ് ഒക്കെ ഉണ്ടാക്കാൻ ഇത് അനുകൂലമായിരിക്കും. 377 എടുത്തു കളയുന്നതായിരിക്കും നല്ലത്. സാമൂഹ്യ നിരീക്ഷകൻ കെ വേണു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ വേണു, രണ്ട് തരത്തിൽ ഈ വിഷയത്തെ സമീപിക്കുന്നു ഈ ചർച്ചയ്ക്കിടെ. ഒന്ന്, ഇതൊരു അപഭ്രംശമാണ്, ഇത് നമ്മുടെ കുടുംബ വ്യവസ്ഥയെ, സാമൂഹ്യ വ്യവസ്ഥയെ അട്ടിമറിക്കും, വരുന്ന തലമുറയോട് നമ്മൾ ചെയ്യുന്ന പാപമായിരിക്കും ഈ ഗേ സെക്സ് അല്ലെങ്കിൽ ഗേ റൈറ്റ്സിനെ അംഗീകരിക്കും എന്ന ഒരു വാദം. മറുഭാഗത്ത് ലൈംഗിക ന്യൂനപക്ഷത്തിൻ്റെ ജീവിക്കാനുള്ള അവകാശം, അത് സിവിക് റൈറ്റ്സിൽ പെടുന്നതാണ്, അത് അംഗീകരിക്കപ്പെടുക, ഈ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദത്തെ അംഗീകരിക്കൂ എന്നത് ഒരു ജനാധിപത്യ മര്യാദ കൂടിയാണ് എന്ന മറുവാദം. എങ്ങനെ ഇടപെടും ഈ ചർച്ചയിൽ ശ്രീ വേണു? ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ പ്രശ്നം മാത്രമാണ്.
അത് മൊത്തത്തിൽ സമൂഹത്തെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം ജീവശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായും ഉള്ള ഒട്ടേറെ ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഒരു ചെറിയ വിഭാഗം മനുഷ്യരിൽ ഇത്തരം പ്രവണതയുണ്ടെന്നാണ്. ഹെറ്ററോസെക്സ് അഥവാ ദ്വിലൈംഗികത, രണ്ട് ആണും പെണ്ണും എന്നുള്ളതിന് പകരമായി ആണുങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ സ്ത്രീകൾ തമ്മിലോ ഉള്ള ലൈംഗിക ബന്ധമുണ്ടാവുന്നത് ഒരു ചെറിയ വിഭാഗത്തിന്റെ മനഃശാസ്ത്രപരവും ജീവശാസ്ത്രപരവുമായ പ്രത്യേകതകൾ കൊണ്ടുണ്ടാവുന്നതാണ്. അത് സാമൂഹ്യമായ അപഭ്രംശത്തിൽ നിന്നുണ്ടാവുന്നതല്ല, ചിലപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവാം അങ്ങനെ. പക്ഷെ അടിസ്ഥാനപരമായ പ്രവണത നിലനിൽക്കുന്നത് മനുഷ്യരിൽ നിന്നാണ് കാണിക്കുന്നത്. അതൊരു ചെറിയ വിഭാഗത്തിനാണ്. അത് പടർന്നു പിടിച്ച് മുഴുവൻ സമൂഹത്തെ ബാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു അപഭ്രംശമായി കണ്ട് അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ സമൂഹത്തിന് മുഴുവൻ ആയിത്തീരും എന്നെല്ലാം വിലയിരുത്തുന്നത് അശാസ്ത്രീയവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ്. പിന്നെയുള്ള പ്രശ്നം, ഇതൊരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ജീവശാസ്ത്രപരമായും മറ്റും ഈ പ്രത്യേകതകളുടെ ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങളുടെ ലംഘനത്തിന്റെ പ്രശ്നമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷം മറ്റെല്ലാ കാര്യങ്ങളിലും ഉള്ളതുപോലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ അഭിപ്രായങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലുള്ള നിലപാട് തന്നെയാണ് ഇതിനും വേണ്ടത്. ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായങ്ങളെ അവരുടെ നിലപാടുകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആ നിലയ്ക്ക് ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. കോടതി നിയമപരമായിട്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കുന്നതിന് കുറെ കടപ്പകളുണ്ടെന്നുള്ളത് അംഗീകരിക്കുന്നു. എങ്കിൽ പിന്നെയും നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ സമീപനം ഇതായിരിക്കണം. അതിനു വേണ്ടിയാണ് നിയമങ്ങൾ തന്നെ ഉണ്ടാക്കി മാറ്റി തീർക്കണം. സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിയെ ചില നിയമജ്ഞന്മാര് ന്യായീകരിക്കുകയുണ്ടായി. കാരണം ഇപ്പൊ നിലവിലുള്ള നിയമങ്ങൾക്ക് അനുസൃതമാണ്, അത് സ്വീകരിക്കാം. പക്ഷെ അത് മാറ്റിയെടുക്കേണ്ടതും ലോകവ്യാപകമായിട്ട് പല രാജ്യങ്ങളിലും ഇത് ഇവരുടെ ഈ അവകാശം മാത്രമല്ല, അവർക്കങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള അവകാശവും പല രാജ്യങ്ങളിലും ഭരണഘടനാപരമായി തന്നെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ താങ്കളെ തിരിച്ചു വരാം. ഫാദർ പോൾ തേലക്കാട്ട്, ഗേ റൈറ്റ്സ് അംഗീകരിക്കപ്പെട്ട നിരവധി രാജ്യങ്ങൾ ലോകത്തുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ താങ്കൾ പറയുന്നത് പോലെ ഒരു കുടുംബ വ്യവസ്ഥയെയും സാമൂഹിക സദാചാര ബോധത്തെയും അപ്പാടെ ബാധിക്കുന്ന തരത്തിലേക്ക്, അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇത് മാറും എന്നാണോ? അങ്ങനെയാണെങ്കിൽ ജീവശാസ്ത്രപരമായ പ്രത്യേകതയുള്ള ഒരു ചെറു ന്യൂനപക്ഷം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ താല്പര്യങ്ങളെയും അവരുടെ ഇടപെടലിനെയും പെരുമാറ്റങ്ങളെയും സ്വാധീനിക്കുമെന്ന അയുക്തികമായ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടി വരും. രണ്ട് കാര്യങ്ങൾ എനിക്കിവിടെ പറയാൻ ആഗ്രഹമുണ്ട്. ഒന്നാമത്തത്, നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ലൈംഗികതയെക്കുറിച്ചാണ്. ലൈംഗികത എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യവും നമ്മൾ ചോദിക്കണം. ലൈംഗികതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് ലക്ഷ്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം പ്രജനനമാണ്, രണ്ടാമത്തെ ലക്ഷ്യം പ്രേമവും സ്നേഹവുമാണ്. ഇത് രണ്ടും ഒരേപോലെ പോകേണ്ടതാണ്. കുട്ടികളൊന്നും ആകാശത്തുണ്ടാകുന്നതല്ലല്ലോ, ലൈംഗികതയിലൂടെ ഉണ്ടാകുന്നതാണ്. നമ്മളപ്പോൾ ഈ ചിന്തിക്കേണ്ടത് പ്രജനനത്തെ പരിപൂർണമായി മാറ്റി നിർത്തി ഈ കുറച്ച് ന്യൂനപക്ഷമെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി വേറൊരു വ്യവസ്ഥിതി, ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാക്കാൻ പോകുമ്പോൾ അത് നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. വിദേശ രാജ്യങ്ങളിൽ ആർജിതമായ ലൈംഗിക സ്വകാര്യാനുരാഗം അടിക്കടി വർദ്ധിപ്പിക്കാൻ തന്നെ ഇത് കാരണമാകുന്നുവെന്ന് പഠനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവകാശം കൊടുക്കണമെന്ന് പറയുമ്പോൾ ചില കുറ്റവാസനകളുള്ള ന്യൂനപക്ഷങ്ങളുണ്ട്, ലൈംഗിക വൈകൃതങ്ങളുള്ള ന്യൂനപക്ഷങ്ങളുണ്ട്, ഡ്രഗ് അഡിക്ട്സിൻ്റെ ന്യൂനപക്ഷങ്ങളുണ്ട്, മോഷണം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ന്യൂനപക്ഷങ്ങളുണ്ട്, രോഗങ്ങളുള്ള ന്യൂനപക്ഷങ്ങളുണ്ട്. ഇവർക്കൊക്കെ നമ്മൾ അവകാശം കൊടുക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം എല്ലാ വിധത്തിലും രാഷ്ട്രത്തിനും സമൂഹത്തിനും നിയന്ത്രിക്കാൻ സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. എൻ്റെ സ്വാതന്ത്ര്യം അവരെൻ്റെ മൂക്ക് വരെ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ ഓർത്തിരിക്കണം. വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിയന്ത്രിക്കാൻ കഴിയേണ്ടതാണ്. ഇവിടെ കാളീശ്വരൻ രാജൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം അദ്ദേഹവും സമ്മതിക്കുമെന്ന് കരുതുന്നു. ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യം തന്നെ മിനിമം മോറൽസ്, സമൂഹത്തിൻ്റെ ധാർമ്മികതയുടെ നെല്ലിപ്പലകൾ സൂക്ഷിക്കുകയാണ്. ഈ നെല്ലിപ്പലകൾ തകരാൻ നമ്മൾ കൊടുക്കുന്നത് അപകടകരമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്. ശ്രീ മുസ്തഫ മുൻവറ, താങ്കൾ പറഞ്ഞു ഇത്തരം സാമൂഹ്യ സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെ ഇത്തരം അനുകൂലമായ, അതായത് ഗേ സെക്സിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള വിധികൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ അത് നിയമവിധേയമാക്കിയാൽ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ ഫാദർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സാമൂഹിക കുടുംബ വ്യവസ്ഥയുടെ തകർച്ചയായിരിക്കുമെന്നാണ്. സ്വതന്ത്രമായ സ്ത്രീ പുരുഷ ബന്ധം എന്ന ആശയം മുൻനിർത്തി പല സ്ത്രീപക്ഷ പല സംഘടനകളും കേരളത്തിലും വിദേശത്തും എല്ലാമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ നമ്മൾ ഭയക്കുന്നുണ്ടോ? അതിനെ താങ്കളെ പോലുള്ളവർ അംഗീകരിക്കുന്നുണ്ടോ? അത്തരം പ്രവണതകൾ കൂടുതൽ ഉണ്ടാവുകയും ഒരു ഫ്രീഡം, ഒരു ലിബർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ
ഒരു മുറിക്കകത്ത് സംഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി ഇവരുടെ ലൈംഗികതയെ കാണാൻ എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാതെ പോകുന്നത്? ഇതെങ്ങനെയാണ് സമൂഹത്തിന് മൊത്തം ഘടനയെ ബാധിക്കുന്ന തരത്തിൽ അപകടകരമാവുക? ഈ സ്വവർഗാനുരാഗികൾ അത് സാധാരണ നമ്മൾ പറയാറുള്ളത് അൺനാച്ചുറൽ ഒഫൻസ് എന്നാണ്, പ്രകൃതി വിരുദ്ധമായ ഒരു സമീപനമെന്നാണ്. പ്രകൃതിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു ഇടപെടലുകളാണ് അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അത് ആരോഗ്യരംഗം എല്ലാ മൊത്തം മേഖലകളിൽ നമ്മുടെ ലോകരാജ്യങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച വിദേശ രാജ്യങ്ങളിൽ തന്നെ ഇത് അനുവദിക്കപ്പെട്ട പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യങ്ങൾ, അതിനേക്കാൾ ഉപരി ഈ വ്യക്തിപരമായ തകർച്ച. കാരണം അവരുടെ സമീപനത്തിൽ, പെരുമാറ്റത്തിൽ മാനസികമായി ഉണ്ടാകുന്ന വലിയ ഡിപ്രഷനുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്ത് വിവിധ രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലൈംഗികതയെ നമ്മൾ കാണേണ്ടത് അത് പ്രകൃതിക്ക് അനുകൂലമായിട്ടാണ് കാണേണ്ടത്. പ്രകൃതി വിരുദ്ധമായൊരു ബന്ധത്തിന് അല്ല നമ്മൾ കാണേണ്ടത്, ലൈംഗികത അനുകൂലമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അത് ദൈവം തമ്പുരാൻ മനുഷ്യ ജീവികൾക്ക് അനുവദിച്ചു തന്ന ഒരു അനുഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ സവിശേഷതകളുള്ള ജനനങ്ങൾ ഉണ്ടാകാൻ പാടില്ലല്ലോ. താങ്കൾ പറഞ്ഞതുപോലെ പ്രകൃതിയാലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇതൊരു പ്രവണതയായി അല്ലെങ്കിൽ ഇതൊരു ഒരു പിന്നെ ജന്മസിദ്ധമായ അല്ലെങ്കിൽ ജനിതകമായ ഒരു സവിശേഷതയുള്ള ആളുകൾ ഉണ്ടാകാൻ പാടില്ലല്ലോ. അതെങ്ങനെ സംഭവിക്കുന്നു? അത് നമുക്കറിയാം. വ്യത്യസ്ത രോഗികൾ ഇവിടെ ഉണ്ടല്ലോ, വ്യത്യസ്ത രോഗം പിടിപെട്ട ആളുകളില്ലേ. അതുപോലെ തന്നെ ഇതൊരു രോഗമായിട്ടാണ് നമ്മൾ കാണേണ്ടത്, ഇതിന് ചികിത്സയാണ് നമ്മൾ കാണേണ്ടത്. അതേസമയം അതിന് കാണുന്നതിന് പകരം നമ്മളതിനെ അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ആ രോഗികളുടെ എണ്ണം കൂടും. നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം, നമ്മുടെ കുടുംബ പശ്ചാത്തലം എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യത്തിലേക്കാണ് ഈ സെക്സിനെ, ഈ വഴിവിട്ട സെക്സിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ. കെ വേണു, ഇവിടെ ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞത് മോഷ്ടിക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷം, അതല്ലെങ്കിൽ ക്രിമിനലുകളായിട്ടുള്ള ഒരു ചെറു ന്യൂനപക്ഷം, ഇവർക്കെല്ലാം വേണ്ടി വാദിക്കുന്നത് പോലെയാകും ഗേ റൈറ്റ്സിന് വേണ്ടി ആ ചെറു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നമ്മൾ വാദം ഉന്നയിക്കുന്നത്, അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിയമം വേണമെന്ന് പറയുന്നത്. മറുഭാഗത്ത് ഇതൊരു രോഗാവസ്ഥയാണ്, ഈ രോഗാവസ്ഥയെ ചികിത്സിക്കുകയാണ് വേണ്ടത് എന്നൊരു വാദവുമുണ്ട്. ഈ ക്രിമിനൽ സ്വഭാവം പോലുള്ള ഒന്നാണ് എന്ന് ഇതിനെ പറയുമ്പോഴുള്ള പ്രധാനപ്പെട്ട വിശ്വാസം താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു സ്വകാര്യ ബന്ധത്തിന്റെ പ്രശ്നം മാത്രമാണ്. അത് മറ്റുള്ളവരൊന്നും ബാധിക്കുന്നില്ല, മറ്റുള്ളവർക്കൊരു ദോഷം ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ തന്നെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഇതേ പ്രശ്നമുണ്ട്. സ്ത്രീ പുരുഷ ബന്ധം രണ്ടുപേര് പരസ്പര താല്പര്യമുള്ള രണ്ടുപേര് വന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് മുറി താമസിച്ചാൽ അത് കുറ്റകരമാണെന്നോട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായ രീതിയിലാണ് പോലീസൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, നാട്ടുകാർ ഇടപെടുന്ന രീതി. അത് തെറ്റാണ്. ശരിക്കും സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറുന്ന തന്നെയാണ്. പരസ്പരം താല്പര്യമുള്ള രണ്ടു പേർക്ക് ഏത് രീതിയിലും, അത് സ്ത്രീയും പുരുഷനുമായാലും പുരുഷനുമായാലും മറ്റൊന്നും അത് ബാക്കിയുള്ളവരെ ഒട്ടും ബാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. മറ്റേ ക്രിമിനൽ സ്വഭാവത്തോട് മറ്റുള്ളവർ സാമൂഹ്യ വിരുദ്ധമായി അത് ബാധിക്കുന്നുണ്ടാണ്. ഇതൊക്കെ തന്നെ സാമൂഹ്യ വിരുദ്ധമാവുന്നില്ല. പിന്നെ കുടുംബം തകർച്ച എന്നൊക്കെ പറയുന്നതിൽ ഇതുകൊണ്ട് കുടുംബം തകർന്നു എന്നുള്ള ഒരു പഠനങ്ങളും നിലവിലില്ല. മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടുംബങ്ങൾ തകരുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ തന്നെ സ്വാതന്ത്ര്യം വേണമെന്നുള്ള നിലപാട് വെച്ചിട്ട് ഫെമിനിസ്റ്റ് നിലപാടിൽ നിന്നും കുടുംബത്തിലൂടെ ജനാധിപത്യം വേണം എന്നുള്ള നിലപാടിൽ നിന്നൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇത് രോഗാവസ്ഥയാണെന്നും പ്രകൃതി വിരുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പ്രകൃതി വിരുദ്ധം എന്നൊക്കെ പറയുന്നത്? ഒരു വിരക്കേടാണ് അതൊക്കെ പറയുന്നത്. പ്രകൃതി തന്നെ, അതായത് ജീവശാസ്ത്രപരമായി ചില വ്യക്തികളിൽ ഉണ്ടാകുന്ന പ്രത്യേകതയാണ്. അത് പ്രകൃതി നൽകിയതാണ്. അത് രോഗമല്ല, രോഗാവസ്ഥയല്ല, ഒരു സവിശേഷാവസ്ഥ മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഓരോരുത്തരുടെയും അഭിരുചികളിലുള്ള വ്യത്യാസമൊക്കെ രോഗമാണെന്ന് പറയേണ്ടി വരും. ഒരാൾക്ക് കവിത എഴുതാൻ താല്പര്യമുണ്ട്, ഒരാൾക്ക് കഥ എഴുതാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തതകൾ ഉണ്ടാകുന്നു. അതുപോലത്തെ ഒരു വ്യത്യസ്തതയുള്ളത്, അല്ലെങ്കിൽ ഇത് രോഗമല്ല. ആ വ്യത്യസ്തതയെ അംഗീകരിക്കാൻ ഗേ റൈറ്റ്സ് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ സമൂഹത്തിന് വലിയ അപഭ്രംശം സംഭവിക്കാൻ പോകുന്നു, കുടുംബ വ്യവസ്ഥ തകരാൻ പോകുന്നു എന്ന ധാരണ മുൻനിർത്തിയുള്ള വാദങ്ങൾ ഒരു ഭാഗത്ത്. അതൊരു പക്ഷേ ഒരു മഹാഭൂരിപക്ഷത്തിന്റെ പിന്തുണ ആ വാദത്തിനുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഭരണകൂടം ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ മേൽ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാകണം? ഒന്നാമത് ഈ പ്രകൃതി വിരുദ്ധത എന്ന വാദത്തിൽ തന്നെ ഒരു അടിസ്ഥാന പ്രശ്നമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പ്രകൃതി വിരുദ്ധത അല്ലെങ്കിൽ പ്രജനനത്തിന് വേണ്ടി മാത്രം ലൈംഗികത എന്ന തരത്തിലുള്ളൊരു വാദത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് ഒരു കുടുംബത്തിൽ 2 കുട്ടികളോ 3 കുട്ടികളോ ഒക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ മാത്രം ജീവിതത്തിൽ നടത്തേണ്ട ഒരു കാര്യമാണ് ലൈംഗികത എന്ന നിലപാടിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അല്ലാതെ പ്രജനനത്തിന് വേണ്ടി അല്ലാതെ നമ്മൾ ലൈംഗികത ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനത്തിലെത്തുകയാണെങ്കിൽ അതിലപ്പുറത്തേക്ക് ഒരു
സന്തോഷത്തിന് വേണ്ടി, ഒരു ആഹ്ലാദത്തിന് വേണ്ടി കുടുംബങ്ങളിലും അല്ലാതെയും ഒക്കെ ആൾക്കാർ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഒരു വശത്ത് നിൽക്കുന്നു. അതേസമയം ഈ കുടുംബം എന്ന ആശയം തന്നെ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു പ്രകൃതി വിരുദ്ധതയുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരിക്കലും മറ്റൊരു സ്ത്രീയോടോ പുരുഷനോടോ ഒരിക്കലും ആകർഷണം ഉണ്ടാകുന്നില്ല പ്രകൃതിയ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുടുംബം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സങ്കല്പമാണ്. അത് തന്നെ പ്രകൃതി വിരുദ്ധമായ സങ്കല്പമാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അതിനെ തള്ളിക്കളയാൻ വേണമെങ്കിൽ പറ്റും. പക്ഷേ അതിന് അങ്ങനെയുള്ളൊരു എക്സ്ട്രീമിലേക്ക് പോകുന്നതിൽ കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഇത് തിരിച്ച് പ്രജനനത്തിനല്ലാത്ത ബന്ധങ്ങൾ, ലൈംഗിക ബന്ധങ്ങളൊക്കെ പ്രകൃതി വിരുദ്ധമാണ് എന്ന തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇത് ഒരു ജനതയെ ബാധിക്കുന്നത് ഒരു അടച്ചിട്ട മുറിയിലുള്ള ലൈംഗിക ബന്ധത്തിൽ മാത്രമല്ല. ഇപ്പം ഞാൻ ഡൽഹിയിലെ തെരുവുകളിലൊക്കെ ചെറിയ കുട്ടികൾ, ആൺകുട്ടികൾ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇത് ബാധിക്കുന്നത് ഈ നിയമത്തിൻ്റെ ലെവലിൽ മാത്രമല്ല. അപ്പോൾ പൊതുവെ ഒരു വഴിയോരങ്ങളിൽ നിന്ന് തെരുവ് തെണ്ടികളെ നീക്കം ചെയ്യണം എന്നുള്ള തരത്തിലുള്ള ഒരു പോലീസ് നടപടികൾ വരുമ്പോൾ, അല്ലെങ്കിൽ മൊത്തം ഇവരൊക്കെ ഹിജറകളും ഇങ്ങനെ ഗേ ആയിട്ടുള്ള ആൾക്കാരുമൊക്കെ ട്രാൻസ്ജെൻഡേഴ്സുമൊക്കെ പ്രകൃതിക്ക് സമൂഹത്തിന് വിരുദ്ധരാണ് എന്ന നിലയിൽ അവരെ അടിച്ചമർത്തപ്പെടുന്ന രീതിയിൽ പോലീസ് നടപടികൾ വരുമ്പോൾ ഒക്കെ അത് അവരെ ബാധിക്കുന്നുണ്ട്. അത് ഈ ഒരു ആർട്ടിക്കിൾ മാത്രം ഉപയോഗിച്ചിട്ടല്ല അവരെ ബാധിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഞാൻ പറയുകയാണെങ്കിൽ മുസ്ലിങ്ങളെയും ദലിതരെയും ആദിവാസികളെയും ഒക്കെ അടിച്ചമർത്താൻ വേണ്ടി പലതരത്തിൽ നിയമങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് പോലീസ് ഇവർക്കൊക്കെ എതിരെയും നിയമങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു രാഷ്ട്രീയമായി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇത് മുസ്ലിങ്ങളും ദളിതരും ഒക്കെ തമ്മിൽ ഒരു ഗേ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകളും കൂടി ഇതിനെ എല്ലാം കൈകോർക്കേണ്ട ഒരു കാര്യമാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത്. വളരെ നന്ദി ഡോക്ടർ കെ സുദീപ്, അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, ഫാദർ പോൾ തേലക്കാട്ട്, ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഒപ്പം തന്നെ ശ്രീ കെ വേണു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.